മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിവസം തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായിട്ട് തന്നിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ തിരുവചന ഭാഗം ആരംഭിക്കുന്നത് തന്നെ ശിഷ്യന്മാർ ഈ വചനം എങ്ങനെ ശ്രവിക്കാൻ സാധിക്കും, ഇത് കഠിനമാണ് എന്ന് പറയുന്നിടത്ത് വെച്ചിട്ടാണ്. ശിഷ്യന്മാർ തന്നെ ഈശോയുടെ വചനങ്ങളെ കഠിനമെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വചനഭാഗം. എന്തുകൊണ്ടായിരിക്കും അവർ അത് കഠിനമാണ് എന്ന് പറഞ്ഞത്? ഒരു പക്ഷേ അവർക്കത് സ്വീകരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു പക്ഷേ അവർക്കത് മനസ്സിലാകാത്തതുകൊണ്ട്. ഏതാണ് ഈ വചനം? ശിഷ്യന്മാർ ഉദ്ദേശിച്ച വചനം മറ്റൊന്നുമല്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ഈ അപ്പത്തിൽ നിന്ന് ആരെങ്കിലും ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന ഈ അപ്പം എൻ്റെ ശരീരമാണ്. ഈ വചനം കേട്ടപ്പോഴാണ് ശിഷ്യന്മാർ പറയുന്നത്, ഇത് കഠിനമാണ്, ഇത് ആർക്ക് ശ്രവിക്കാൻ സാധിക്കുമെന്ന്. ആദ്യം യഹൂദർ തന്നെ പറയുന്നു, അവർ പിറുപിറുക്കുന്നു, ഈ വചനം സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന്. എന്നാൽ രണ്ടാമതായിട്ട് ഈശോയുടെ ശിഷ്യന്മാരാണ് പറയുന്നത്, ഈ വചനം സ്വീകരിക്കുക സാധ്യമല്ല എന്ന്. എന്തുകൊണ്ടാണ് അവർക്കിത് സ്വീകരിക്കാൻ പറ്റാണ്ട് പോകുന്നത്? ഈശോയുടെ വാക്കുകളെ വെറും വചനങ്ങൾ മാത്രമായി സ്വീകരിച്ചത് കൊണ്ടാണ് അവർക്കിത് സ്വീകാര്യമല്ലാതായി പോകുന്നത്. ഈശോ തന്നെ അതിനുള്ള മറുപടിയും നൽകുന്നുണ്ട്, എന്തുകൊണ്ടെന്നുള്ളതിന്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ പക്കൽ വരുവാൻ സാധിക്കുകയില്ല. യേശുവിൻ്റെ വചനം വാക്യാർത്ഥത്തിൽ എടുക്കാതെ അതിൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കാത്തതാണ് യഹൂദർക്കും അവിടുത്തെ ശിഷ്യന്മാർക്കും പറ്റിയ തെറ്റ്. യേശു ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചും അതുപോലെ തന്നെ ഈശോ മിശിഹായിൽ പൂർത്തിയായ ദൈവിക വെളിപാടിനെക്കുറിച്ചുമാണ്. തൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുക എന്നതിലൂടെ ഈശോ അർത്ഥമാക്കുന്നത് അവിടുത്തെ ദൈവിക വെളിപാടിനെക്കുറിച്ച് തന്നെയാണ്. വിശുദ്ധ കുർബാനയിൽ ഓരോ ദിവസവും ഈശോയുടെ ശരീരവും രക്തവും നാം സ്വീകരിക്കുമ്പോൾ നമ്മളിലും അവിടുത്തെ വചനം പൂർത്തിയാകുകയാണ്. വിശ്വാസത്തോടു കൂടെ ഈശോയുടെ വചനങ്ങളെ സമീപിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ അർത്ഥതലങ്ങളെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വചനഭാഗത്തിൽ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പോകണമോ എന്ന്. ശിഷ്യരുടെ വിശ്വാസത്തെ പരീക്ഷിക്കുകയാണ് ഇതുവഴി ഈശോ ചെയ്യുന്നത്. തൻ്റെ ശിഷ്യന്മാർക്കും വിശ്വാസം നഷ്ടപ്പെട്ടോ എന്ന് ഈശോ അന്വേഷിക്കുന്നു. എന്നാൽ പത്രോസ് ശിഷ്യന്മാരുടെ പ്രതിനിധിയായിക്കൊണ്ട് ഈശോയ്ക്ക് മറുപടി പറയുന്നുണ്ട്, കർത്താവെ, ഞങ്ങൾ ആരുടെ പക്കലേക്കാണ് പോവുക? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ ഉള്ളത്. ദൈവത്തിൻ്റെ പരിശുദ്ധൻ നീയാണെന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ യേശുവിൻ്റെ വചനങ്ങളെ സമീപിക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ വചനങ്ങൾ സ്വീകാര്യമാവുകയുള്ളൂ. അത് വെറും വാക്യാർത്ഥത്തിൽ മാത്രം സ്വീകരിക്കുമ്പോഴാണ് അത് കഠിനവും സ്വീകരിക്കാൻ പറ്റാത്തതും മനസ്സിലാക്കാൻ സാധിക്കാത്തതും പോകുന്നത്. യേശു പറയുന്നുണ്ട്, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരുവാൻ സാധിക്കുകയില്ല എന്ന്. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഈശോ പറയുന്നതെല്ലാം വാക്കുകൾ മാത്രമായി നമുക്ക് പോകുന്നു. അവ കഠിനമായ വചനങ്ങളായും ശ്രവിക്കാനും സ്വീകരിക്കാനും പറ്റാത്തതായി മാറുന്നു. എന്നാൽ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ ഈശോയെ സമീപിക്കുകയും അവിടുത്തെ വചനങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടുത്തെ വചനങ്ങളുടെ അർത്ഥവും അതിൻ്റെ ആഴവും നമുക്ക് സ്വീകരിക്കാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടും അത് ജീവിതത്തിൽ പകർത്തുവാനുമായിട്ട് സാധിക്കുന്നത്. ഈ ഒരു വചനഭാഗത്തിലൂടെ ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്, എൻ്റെ ശരീരവും ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിത്യജീവനുണ്ടെന്ന്. ആ ഒരു നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും അദ്ദേഹം ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും പരിശ്രമിക്കാം, വിശ്വാസത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ഈശോയെ സമീപിക്കുവാനായിട്ട്. വിശ്വാസത്തിലും സ്നേഹത്തിലും ഈശോയെ സമീപിക്കുമ്പോൾ അവിടുത്തെ വചനങ്ങൾ കഠിനമാകുന്നതിന് പകരം നമുക്കത് സ്വീകാര്യവും ജീവിതത്തിൽ എളുപ്പത്തിൽ പകർത്തുവാനുമായിട്ട് സാധിക്കുന്നതാകും. ഈശോയെ വിശ്വാസത്തിലും സ്നേഹത്തിലും സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സുവിശേഷത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. മർത്തായുടെയും മറിയത്തിൻ്റെയും സംഭവം തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം. മർത്തായും മറിയവും ഈശോയെ വിശ്വാസത്തിലും സ്നേഹത്തിലും തങ്ങളുടെ ഭവനത്തിലും തങ്ങളുടെ ജീവിതത്തിലേക്കും സ്വീകരിച്ചപ്പോൾ ലാസർ മരിച്ച ആ ഒരു നിമിഷത്തിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത് നാം കാണുന്നുണ്ട്. ഈശോയെ വിശ്വാസത്തിലും സ്നേഹത്തിലും സ്വീകരിച്ച മറ്റ് ഒരുപാട് വ്യക്തികളുണ്ട് സുവിശേഷത്തിൽ. ഈശോയെ വിശ്വാസത്തിൽ സ്വീകരിച്ച മറ്റൊരു കൂട്ടരാണ് തളർവാദ രോഗിയുമായി വരുന്ന ആ 4 പേർ. അവർ 4 പേര്
ഈശോയുടെ സമീപത്തെത്തുവാൻ സാധിക്കാതെ പോയപ്പോൾ പുരമുകളിൽ കയറി ആ പുര പൊളിച്ച് അവർ കട്ടിലോടുകൂടെ ആ തളർവാദ രോഗിയെ ഈശോയുടെ അടുക്കലേക്ക് ഇറക്കുന്നുണ്ട്. അവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്. ഇപ്രകാരം വിശ്വാസത്തോടും സ്നേഹത്തോടും ഈശോയെ സമീപിക്കുന്നവരുടെ ജീവിതത്തിലെല്ലാം അവിടുത്തെ രക്ഷാകരമായ കരങ്ങൾ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈശോയെ വിശ്വാസത്തിലും സ്നേഹത്തിലും സമീപിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ അനന്തരഫലം ഇതാണെന്ന് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഈശോയെ വിശ്വാസത്തിലും സ്നേഹത്തിലും നമുക്ക് സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ സംഭവിക്കുന്നത് കഠിനമാകുന്ന വചനങ്ങൾ നമുക്ക് മൃദുവും, കയ്പാകുന്ന വചനങ്ങൾ നമുക്ക് മധുരവുമായി തീരും. മാത്രമല്ല അതിൻ്റെ അനന്തരഫലമോ നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതപൂർവമായ മാറ്റങ്ങളും അനന്തരഫലങ്ങളും സംഭവിക്കുന്നു. ദൈവത്തിൻ്റെ വചനങ്ങളെ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ സമീപിക്കുവാനും ഈശോയെ ഏറ്റവും സ്നേഹപൂർവ്വം കുർബാനയിൽ സ്വീകരിക്കുവാനുമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ലാസറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ, തളർവാദ രോഗിയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ, അന്ധയാചകൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടവരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.